റിപ്പോർട്ടർ ബിഗ് ന്യൂസിലേക്കാണ് ഇനി. വള്ളംകളി നടത്തിപ്പിൽ സർക്കാരിന് ഇരട്ടത്താപ്പ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ച സംസ്ഥാന സർക്കാർ. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂർ മണ്ഡലത്തിൽ വാട്ടർ ഫെസ്റ്റ് നടത്താൻ അനുവദിച്ചത് 2.5 കോടി രൂപയാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് 2,45 ലക്ഷം രൂപ അനുവദിച്ച ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. നെഹ്റു ട്രോഫി മാറ്റിവെച്ചതോടെ മാസങ്ങൾക്ക് മുൻപ് പരിശീലനം തുടങ്ങിയ ഓരോ ബോട്ട് ക്ലബ്ബുകൾക്കും 50 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ വരെയാണ് നഷ്ടം. ഇതിനിടയിലാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് വേണ്ടി ഭീമമായ തുക സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. വള്ളംകളി ആലപ്പുഴയിൽ വേണ്ട ബേപ്പൂരിലാകാമെന്നാണോ സർക്കാർ നിലപാട്? ഏതായാലും പ്രതിഷേധവും ശക്തമാവുകയാണ്. TV പ്രസാദ് നൽകും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ. പ്രസാദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ, ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചിരുന്നു. അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ടൂറിസം മന്ത്രിയുടെ മണ്ഡലത്തിൽ മാത്രം വള്ളംകളിയോ അല്ലെങ്കിൽ മറ്റു പരിപാടികളോ നടത്താൻ എങ്ങനെയാണ് ഇത്രയധികം തുക അനുവദിക്കുക എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് 2.5 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വിനീത, ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ ഇരട്ടത്താപ്പ് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ ആലപ്പുഴയിലെ വള്ളംകളി പ്രേമികൾ ഇപ്പോഴും ആവേശത്തോടെ പ്രതീക്ഷിക്കുകയാണ് തങ്ങളുടെ വള്ളംകളിയും നടത്തും എന്നുള്ളത്. അതേസമയം തന്നെ ബേപ്പൂരിലെ, വിനീത പറഞ്ഞതുപോലെ, ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലമാണ് ബേപ്പൂരിൽ. ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയാണ് 2,45 ലക്ഷം രൂപ അനുവദിച്ച് ഈ മാസം 22-ാം തീയതി ഉത്തരവിറങ്ങിയത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഉരുൾപൊട്ടൽ നടക്കുന്ന വയനാട്ടിൽ നിന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ അകലെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആലപ്പുഴയിലെ പുന്നമടക്കായൽ. പക്ഷേ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ബേപ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് വയനാടിനോട് തൊട്ടടുത്താണ്. 100 കിലോമീറ്റർ പോലും ഒരുപക്ഷെ ദൂരമുണ്ടാകില്ല. അങ്ങനെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് എന്ത് ഉത്സവവും ഓണത്തിന് നടത്താമെന്ന സ്ഥിതി, പ്രത്യേകിച്ച് ടൂറിസം മന്ത്രിയുടെ മണ്ഡലമാകുമ്പോൾ, ഇത്രയേറെ ആളുകൾ വലിയ ഉത്സവത്തോടെ വർഷാവർഷങ്ങൾ, ഏതാണ്ട് 60 വർഷം മുമ്പ് തുടങ്ങിയ വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി, അത് പൂർണ്ണമായി മാറ്റിവെക്കാൻ കൂടി സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് വിനീത നമ്മൾ വളരെ കൃത്യമായി പറയുന്നത്, ഇതൊരു ഇരട്ടത്താപ്പാണ്. നമുക്കറിയാവുന്നതുപോലെ 19 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മത്സരിക്കുന്നത്. ചെറുവള്ളങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ ഏതാണ്ട് 5000-ലേറെ തുഴച്ചിൽക്കാർ മാത്രമുള്ള ഒരു വള്ളംകളി. അത് മാത്രമല്ല, ഇത് കൂടാതെ ഏതാണ്ട് 1000-കണക്കിന് വള്ളംകളി പ്രേമികൾ, അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ് തല്ലിക്കടത്തിയത്. കുറ്റം പറയാൻ കഴിയില്ല, കാരണം ഉരുൾപൊട്ടലാണ്. അന്നുള്ള ആ ഒരു സങ്കടത്തിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ആളുകളെല്ലാം ഉൾക്കൊണ്ടതുമാണ്. ഒരു ബോട്ട് ക്ലബിന് ഏതാണ്ട് 50 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം രൂപ വരെയാണ് നഷ്ടം. വിനീത, ഒരുപക്ഷെ വള്ളംകളിയെക്കുറിച്ച് അറിയാത്തവർക്ക് ഇത് മനസ്സിലാവില്ല. അത് നടന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ചെലവ് വരിക എന്നായിരിക്കും അവർ ചോദിക്കുക. ഏതാണ്ട് 2-3 മാസത്തിലേറെ പരിശീലനം നടത്തിയിട്ടാണ് നമ്മൾ പുന്നമടയിൽ കാണുന്ന രീതിയിൽ ചുണ്ടൻ വള്ളങ്ങളിൽ ആളുകൾ ഇങ്ങനെ തുഴഞ്ഞു വരുന്നത്. അവർ ഒരു ക്യാമ്പിൽ താമസിച്ച് അവിടെ നിന്ന് പരിശീലനം നടത്തി. ആ പരിശീലനമെല്ലാം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഉരുൾപൊട്ടൽ ദുരന്തം വിതക്കുന്നത്. സർക്കാർ ഒരു പൊതു തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി വള്ളംകളിയില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കാൻ നേതൃത്വം നൽകിയ അവിടുത്തെ മന്ത്രി ഉപസമിതി അംഗമായ മുഹമ്മദ് റിയാസിൻ്റെ സ്വന്തം മണ്ഡലത്തിലാണ് 2,45 ലക്ഷം രൂപ അങ്ങ് പാസ്സാക്കി കൊടുക്കുന്നത്. വിനീത, ഇത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം, ഇത്ര വലിയ വള്ളംകളിയായ ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി നടത്തുന്നതിന് വേണ്ടി സർക്കാർ കൊടുക്കുന്നത് 1 കോടിയാണെന്ന് ഓർക്കണം. ബാക്കി മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെയാണ് അവർ കണ്ടെത്തുന്നത്. അത്ര വലിയ ചെലവുള്ള നെഹ്റു ട്രോഫിയിൽ 1 കോടി കൊടുക്കുന്നു. ഇത്തവണ അതൊന്നുമില്ല, പരിപാടിയേ ഇല്ല. പക്ഷേ ടൂറിസം മന്ത്രിയുടെ മണ്ഡലത്തിലാകുമ്പോൾ എന്തുമാകാം എന്ന നിലയിലേക്കാണ് 2,45 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ
കൊടുക്കുന്നു. ആ പ്രപ്പോസൽ അതുപോലെ അംഗീകരിക്കുന്നു. ഒടുവിൽ ഈ മാസം 22-ന് ഉത്തരവിറങ്ങുന്നു. വിനീത, ഈ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ ആലപ്പുഴയിലെ ബോട്ട് ക്ലബിൻ്റെ ഭാരവാഹികളെ നമ്മൾ വിളിച്ചു, വള്ളംകളി പ്രേമികളെ നമ്മൾ വിളിച്ചു. അവർക്ക് പക്ഷേ ഈ കാര്യത്തിൽ എതിർപ്പില്ല. ഏതാണ്? എല്ലാ സ്ഥലത്തും വെള്ളമുള്ളിടത്തെല്ലാം വള്ളംകളി നടക്കണം എന്ന അഭിപ്രായമുള്ളവരാണ് ആലപ്പുഴ.